ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകൻ 12 വർഷത്തോളമായിട്ടുണ്ട് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ പൂർത്തീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് ചിലവഴിക്കേണ്ടി വന്നത്. ഈ ഒരു സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തിയപ്പോൾ പൃഥ്വിരാജാണ് പ്രധാന കഥാപാത്രമായി എത്തിയിട്ടുള്ളത്. ആ ഒരു ചിത്രത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സിനിമയുടെ റിവ്യൂ എന്ന് പറയുന്ന സമയത്ത് സിനിമയുടെ ആദ്യ ഷോ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നത് കൃത്യം 10 മണിക്കാണ്. അപ്പോൾ നമ്മൾ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 മണിക്കൂറും ഏകദേശം 53 മിനിറ്റുമാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ഏകദേശം 3 മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ ചിത്രമുണ്ട് എന്ന് വേണം പറയാൻ. ആടുജീവിതം എന്ന് പറയുന്ന നജീബ് കഥാപാത്രമായ നോവൽ മലയാളികൾക്കിടയിൽ ജനകീയമാണ്. അത്രത്തോളം ഫാൻസ് ഈ ഒരു നോവലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുന്ന സമയത്ത് 100% പോസിറ്റീവ് റിപ്പോർട്ട് നേടുമെന്നത് ഷുവറാണ്. അത്രത്തോളം ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയ ഒരു നോവൽ തന്നെയാണ് ആടുജീവിതത്തിൻ്റേത്. അപ്പോൾ ചിത്രം ഫസ്റ്റ് ഹാഫ് ഏകദേശം കയ്യാറാവുമ്പോൾ മികച്ച റെസ്പോൺസ് തന്നെയാണ് ചിത്രത്തിന് തിയേറ്ററിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകനും പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറും ആടുജീവിതം എന്ന ചിത്രത്തിന് എത്രത്തോളം എഫേർട്ട് ഇട്ടോ അതിൻ്റെ റിസൾട്ട് ഇതാ ഇപ്പോൾ കിട്ടും. അത്രത്തോളം മികച്ച അഭിപ്രായം തന്നെയാണ് ഫസ്റ്റ് ഹാഫിലേക്ക് എത്തി നിൽക്കുന്ന ചിത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം എവിടെ നിർത്തിയോ അവിടെയാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് ആടുജീവിതം. ഇപ്പോൾ ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം 12,000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് പോസിറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ ആദ്യ ഷോയുടെ റിപ്പോർട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് എന്തായാലും കിടുവായി. ഇനി മൊത്തം സിനിമയും കണ്ടു തീരുന്ന സമയത്ത് പ്രേക്ഷകരുടെ ആ ഒരു വിലയേറിയ അഭിപ്രായത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും സിനിമാ പ്രേമികളും ഒക്കെ.